ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. റമദാനിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇഫ്താർ വിരുന്നുകൾ സജീവമാണ്. എന്നാൽ സൗദിയിലെ അൽഖോബാറിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നൊരുക്കിയ അത്താഴ വിരുന്ന് ഏറെ ശ്രദ്ധേയമായി. അൽഖോബാറിലെ ഈ ബാച്ചിലർ റൂമിലെ അത്താഴ വിരുന്ന് വിശേഷങ്ങൾ അറിയാം. ദമാമിൽ നിന്നും സുബൈർ ഉദ്നൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രവാസ ലോകത്ത് ഇഫ്താറുകൾ സജീവമാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഒരിടത്തൊരുമിച്ച് കൂടി അത്താഴം ഒരുക്കി ശ്രദ്ധേയരാവുകയാണ്. വ്രതാരംഭം മുതൽ ഗൾഫിലെങ്ങും ഇഫ്താറുകൾ സജീവമാണ്. മലയാളി സംഘടനകളും പ്രാദേശിക നാട്ടുകൂട്ടായ്മകളുമെല്ലാം ഇഫ്താർ വിരുന്നൊരുക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല. എന്നാൽ ഇതിനിടയിലാണ് അൽഖോബാറിലെ ഒരു കൂട്ടം മലയാളി ചെറുപ്പക്കാർ അത്താഴ വിരുന്നൊരുക്കി വിശുദ്ധ രാവുകളിൽ വേറിട്ട അനുഭവം തീർത്ത് വ്യത്യസ്തരായത്. പലയിടങ്ങളിൽ നിന്നായി പ്രവാസത്തിൻ്റെ പച്ചപ്പ് തേടി എത്തിയ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഒരു രാവിൽ ഒരിടത്ത് ഒത്തുകൂടി പുണ്യ റമദാന രുചിയുടെ സൗഹൃദങ്ങളാക്കി മാറ്റുകയായിരുന്നു. വിവിധയിടങ്ങളിലെ ജോലി കാരണം ഇഫ്താറിന് ഒന്നിച്ചുകൂടാൻ കഴിയാത്തതിൻ്റെ സങ്കടം ഒന്നിച്ച് അത്താഴമൊരുക്കിയും കഴിച്ചും കഴിപ്പിച്ചും പരിഹരിക്കുകയാണ് ഇവർ. അൽഖോബാറിലെ ഈ ബാച്ചിലർ റൂമിലെ വിശേഷങ്ങളേറെയാണ്. കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ളവരുണ്ട് 3 മുറികളുള്ള ഈ ഫ്ളാറ്റിൽ. പ്രവാസത്തേക്ക് കടൽ കടന്നെത്തി 1 മാസം മാത്രമായവർ മുതൽ 15 വർഷം വരെ കഴിഞ്ഞവരുമുണ്ട് ഈ കൂട്ടത്തിൽ. എൻ്റെ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വന്നിട്ട് എല്ലാവരും ഒരുപോലെ സ്വന്തം സഹോദരനെ പോലെ കാണുന്ന ഫീലാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. ഇവരുടെ സ്നേഹത്തിനും സൗഹൃദത്തിനും ഒരു അതിർവരമ്പുമില്ല. എല്ലാം മറന്ന് സൗഹൃദ തണൽ തീർക്കുകയാണ് ഇവിടെ. സാധാരണ നോമ്പ് മുറിയൊക്കെ ആയിട്ടാണ് ഒത്തുകൂടാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഒരു വെറൈറ്റിയാണ്. എല്ലാ വർഷവും ഈ ഒരു അത്താഴ ടൈമിൽ ഒത്തുകൂടുന്നത് ഇവരൊക്കെ കൂടി ഒരു സന്തോഷം. ഈ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ ജില്ലയിലുള്ള ആൾക്കാരും കൂടി ഞങ്ങൾ ഒന്നിച്ച് എല്ലാം ഒരു അമ്മ പെറ്റ സഹോദരങ്ങളെ പോലെ. പാചക ദൗത്യത്തിൽ നിന്ന് ഒരാളും മാറി നിൽക്കില്ല. ഉള്ളിയരിയൽ മുതൽ പാത്രം കഴുകുന്നത് വരെ ഒരു പരിഭവവും പരാതിയും പറയാതെ ഓരോരുത്തരും ഏറ്റെടുക്കും. കിച്ചണിൽ ഒരു കൂട്ടർ ചേർന്ന് അസൽ അത്താഴം ഉണ്ടാക്കുമ്പോഴേക്കും മറ്റൊരു ടീം സുപ്ര വിരിച്ചിരിക്കും. നല്ല നെയ്ച്ചോറും കോഴിക്കറിയും പപ്പടവും സലാഡുമെല്ലാമാണ് ഇവരുടെ അത്താഴ വിഭവങ്ങൾ. അത്താഴം കഴിയുമ്പോഴേക്കും ഇടുക്കിക്കാരൻ തോമസ് അച്ചായന്റെ വകയുള്ള നല്ല സുലൈമാനി കൂടി എത്തുന്നതോടെ അത്താഴ വിരുന്ന് കെങ്കേമമാകും. പ്രവാസത്തെ ചില ഒറ്റപ്പെടലും സ്വകാര്യ ദുഃഖങ്ങളും സങ്കടവുമെല്ലാം ഏറെ മനസ്സിൽ ഒളിപ്പിക്കുമ്പോഴും മുറിയിലെ ഈ സ്നേഹത്തണലിൽ എത്തുമ്പോൾ എല്ലാം മറക്കുകയാണിവർ. പ്രവാസികൾ എല്ലാവരും ഒരുമിച്ച് നടത്തുന്ന ഈ അത്താഴ വിരുന്ന് ഞങ്ങൾക്ക് വളരെ അനുഭൂതിയും ഒരുപാട് പ്രതീക്ഷകളുമാണ്. റംദാൻ മാസത്തിൽ ഏക മനസ്സോടും ഏക ശരീരത്തോടും കൂടി ഞങ്ങൾ വളരെ സന്തോഷപ്രദമായിട്ടാണ് ഞങ്ങൾ റംദാൻ നോമ്പ് അതുപോലെ അത്താഴ വിരുന്ന് എല്ലാം ഞങ്ങൾ കൊണ്ടാടുന്നത്. നന്മ മാത്രം തെളിയുന്ന വിശുദ്ധ രാവുകളിൽ ഇവരുടെ സൗഹൃദവും ഏറെ തെളിമയോടെ തന്നെ പ്രകാശം പരത്തട്ടെ. സുബൈർ ഉദ്നൂർ, 24 ദമാം. ഭിക്ഷാടകർക്കെതിരെ ദുബായ് പോലീസ് ആരംഭിച്ച ക്യാമ്പയിൻ പുരോഗമിക്കുന്നു. റമദാനിലെ ആദ്യ പകുതിയിൽ ദുബായിൽ 127 ആളുകൾ പിടിയിലായതായി പോലീസ് വ്യക്തമാക്കി. ഇവരിൽ നിന്ന് 50,000 ദിർഹവും പിടിച്ചെടുത്തു. യാചകരെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മറ്റെമിറേറ്റുകളിലും പരിശോധന തുടരുന്നു. യാചകരില്ലാത്ത അവബോധമുള്ള സമൂഹം എന്ന പേരിലാണ് പോലീസ് സംഘാടകർക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നത്. റമദാൻ ആദ്യ ദിവസം മുതൽ അധികൃതർ പരിശോധന ശക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി റമദാൻ മാസത്തിലെ ആദ്യ പകുതിയിൽ ദുബായിൽ 127 ആളുകൾ പിടിയിലായതായി പോലീസ് വ്യക്തമാക്കി. ഇവരിൽ നിന്ന് 50,000 ദിർഹവും പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റ് എമിറേറ്റുകളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഷാർജയിൽ ഇക്കാലയളവിൽ പോലീസ് പിടിയിലായത് 107 യാചകരാണെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. പിടിയിലായവരിൽ 87 പുരുഷന്മാരും 20 വനിതകളും ഉൾപ്പെടുന്നുണ്ട്. ഇവരിൽ നിന്ന് 5 ലക്ഷം ദിർഹവും പിടിച്ചെടുത്തിട്ടുണ്ട്. സഹതാപത്തിന്റെ അടിസ്ഥാനത്തിൽ യാചകരെ പ്രോത്സാഹിപ്പിക്കരുതെന്നും റമദാൻ മാസത്തിൽ ഭിക്ഷാടനം നടത്തുന്നവരെ അകറ്റി നിർത്തണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. അർഹരായവർക്ക് സഹായം നൽകാനുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രം സഹായങ്ങൾ നൽകണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. 24 ദുബായ്. ലോക സന്തോഷ ദിനത്തോടനുബന്ധിച്ച് താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾക്ക് ധനസഹായം നൽകി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ്. തൊഴിലാളികളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ പദ്ധതികൾക്കും വകുപ്പ് തുടക്കമിട്ടു. സാധാരണക്കാരായ തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന പരിപാടി സംഘടിപ്പിച്ചാണ് താമസ കുടിയേറ്റ വകുപ്പ് സന്തോഷ ദിനത്തിന്റെ സന്ദേശം പങ്കിട്ടത്. വകുപ്പിന് കീഴിൽ വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന വിവിധ രാജ്യക്കാരായ തൊഴിലാളികൾക്കാണ് വകുപ്പ് ധനസഹായം നൽകിയത്. GDRFA ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി, അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഉബൈദ് മുഹേർ ബിൻ സുറൂർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുത്തു. തൊഴിലാളികളുടെ കഠിനാധ്വാനത്തെയും ആത്മാർത്ഥതയും അംഗീകരിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ജീവനക്കാർ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇതുമൂലം
സാധിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും അധികൃതർ അറിയിച്ചു. അതോടൊപ്പം ഞങ്ങളുടെ സന്തോഷം നിങ്ങളിൽ നിന്ന് വരുന്നു എന്ന പേരിൽ GDRFA പുതിയ ക്യാമ്പയിനും തുടക്കമിട്ടിട്ടുണ്ട്. ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ 100 വാക്കുകളിൽ താഴെയുള്ള കഥകളോ അനുഭവങ്ങളോ ആയി പങ്കുവയ്ക്കാൻ അവസരം നൽകുന്നതാണ് പദ്ധതി. രചനകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് സമ്മാനങ്ങളും നൽകും. സമൂഹത്തിൽ പോസിറ്റീവ് ചിന്തകൾ പ്രചരിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. എണ്ണ അനുബന്ധ വ്യവസായ രംഗത്തെ പ്രമുഖരായ NBTC ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. കുവൈറ്റിലെ കോർപ്പറേറ്റ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ NBTC ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് നാസർ ബദ്ദ, മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം എന്നിവർ അതിഥികളെ സ്വീകരിച്ചു. മറ്റു രാജ്യങ്ങളിലെ ഓഫീസുകളിലും ഇഫ്താർ മീറ്റുകൾ സംഘടിപ്പിച്ചു വരുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. സംഗമത്തിൽ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗങ്ങളിലെ പ്രമുഖരും NBTC മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. ലഹരിവിരുദ്ധ പ്രതിജ്ഞയോടെ OICC കുവൈറ്റ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. OICC നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഇഫ്താർ സംഗമം നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സാമുവൽ ചാക്കോ കാട്ടൂർ കളിക്കൽ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ഫാറൂഖ് ഹംദാനി റമദാൻ സന്ദേശം നൽകി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവാക്കളിൽ പിടിപെട്ട മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയുള്ള പ്രതിജ്ഞ ജോയിന്റ് ട്രഷറർ ഋഷി ജേക്കബ് ചൊല്ലിക്കൊടുത്തു. സമൂഹത്തിന്റെ നാനാതുറയിലുള്ള 100 കണക്കിന് പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. 24 വർഷമായി ദമാമിൽ പ്രവർത്തിക്കുന്ന വാഴക്കാട്ടുകാരുടെ കൂട്ടായ്മയായ ദമാം വാഴക്കാട് വെൽഫെയർ സെന്റർ വിപുലമായ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കോബാർ നെസ്റ്റോ ഹാളിൽ നടന്ന സംഗമത്തിൽ കുടുംബിനികളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കാളികളായി. 33 വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സെന്ററിന്റെ സജീവ പ്രവർത്തകൻ PP മുഹമ്മദ് ആക്കോടിന് ചടങ്ങിൽ ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. രക്ഷാധികാരി മുജീബ് കളത്തിൽ ഉപഹാരം കൈമാറി. അഷ്റഫ് PT, TK ഹസൻ, ഹമീദ് PK എന്നിവർ സംസാരിച്ചു. ഷബീർ ആക്കോട്, ഷാഹിർ TK, യാസർ തിരുവാലൂർ, ഷാഹിർ TK, ജാവിഷ് അഹമ്മദ്, അഫ്താബ്, ഫവാസ് OK എന്നിവർ ഇഫ്താറിന് നേതൃത്വം നൽകി. റിസാല സ്റ്റഡി സർക്കിൾ സംഘടിപ്പിക്കുന്ന UAE നാഷണൽ 30 ഞായറാഴ്ച നടക്കും. ഷാർജ സിറ്റി ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ UAEയിലെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഞായറാഴ്ച ഷാർജ സിറ്റി ഇന്റർനാഷണൽ സ്കൂളിലാണ് പരിപാടി നടക്കുക. റിസാല സ്റ്റഡി സർക്കിളിന്റെ നേതൃത്വത്തിൽ റമദാൻ 1 മുതൽ UAEയിലെ 12 സോണുകളിൽ നടന്ന തർത്തീലുകളിൽ നിന്ന് വിജയികളായ മത്സരാർത്ഥികളാണ് ഷാർജയിലെ ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. 7 കാറ്റഗറികളിലായി 150-ലധികം ആളുകളാണ് ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടിയത്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ പരിപാടി ആരംഭിക്കും. പ്രമുഖ ഖുർആൻ പണ്ഡിതൻ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും പരിപാടിയുടെ ഭാഗമായി അദ്ദേഹത്തിന് ഖുർആൻ പ്രഭാഷണം നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. RSC, ICF നേതാക്കൾക്ക് പുറമെ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഇത്തവണത്തെ തർത്തീൽ പരിപാടികളിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഇഫ്താർ സംഗമത്തോടെയാണ് തർത്തീലിന് സമാപനമാവുക. 24 ദുബായ്. UAEയിൽ വർക്ക് പെർമിറ്റ് ഇല്ലാത്ത വ്യക്തികളെ ജോലിക്ക് നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പുമായി UAE മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. വർക്ക് പെർമിറ്റിന് അപേക്ഷ നൽകി എന്നത് നടപടിക്രമം മാത്രമാണെന്നും മന്ത്രാലയം അംഗീകരിച്ച് വർക്ക് പെർമിറ്റ് അനുവദിച്ചാൽ മാത്രമേ ജോലി ചെയ്യാൻ ഔദ്യോഗിക അനുമതി ലഭിക്കൂവെന്നും അധികൃതർ വ്യക്തമാക്കി. നിയമം ലംഘിക്കുന്ന സ്ഥാപന ഉടമകൾക്ക് 1 വർഷം തടവും 10 ലക്ഷം ദിർഹം പിഴയും ചുമത്തും. ഇത്തരത്തിൽ നിയമലംഘകരെ കണ്ടെത്താൻ പരിശോധനകൾ നടത്തുമെന്നും അധികൃതർ. വാർത്തയിലേക്ക്. എറണാകുളം മുട്ടത്ത് കാറിന് തീപിടിച്ചു. ആലുവയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണച്ചു. ആളപായമില്ല. നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, എങ്ങനെയാണ് വിവരങ്ങൾ? പ്രവിത, എറണാകുളം മുട്ടത്ത് അല്പസം മുമ്പാണ് കാറിന് തീപിടിച്ചത്. വിമാനത്താവളത്തിൽ നിന്നും യാത്രക്കാരുമായി കലൂരിലേക്ക് പോയിരുന്ന എർട്ടിക കാറിനാണ് തീപിടിച്ചത്. വാഹനത്തിൽ 4 പേരുണ്ടായിരുന്നു. വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നു കണ്ട് യാത്രക്കാർ ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. ആലുവയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് തീയണച്ചത്. എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യം, ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ്. ബാറ്ററി ഷോർട്ടേജാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്ന് മനസ്സിലാക്കുന്നു. വണ്ടിയുടെ മുൻഭാഗം കത്തി നശിച്ചു. എന്തായാലും ഈ പുക ഉയർന്നു കണ്ട് യാത്രക്കാർ ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. നാട്ടുകാരും ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആലുവയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീയണച്ചത്. മുട്ടത്ത് ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് സംഭവം. വിവരങ്ങൾ നൽകി. കോഴിക്കോട് എലത്തൂരിൽ ലഹരിക്കടിമയായ മകനെ പോലീസിൽ ഏൽപ്പിച്ച മാതാവ്. എലത്തൂർ സ്വദേശിയായ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോക്സോ ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് രാഹുൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ലഹരിക്കടിമയായ രാഹുൽ വീട്ടിലുള്ളവരെ കൊല്ലുമെന്ന് നിരന്തരം ഭീഷണി മുഴക്കിയിരുന്നു. അമ്മയെയും മുത്തശ്ശിയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇത് ഭയന്നാണ് മാതാവ് പോലീസിനെ വിവരമറിയിച്ചത്. പേടിച്ചിട്ട് ഞാൻ മാത്രമായിരുന്നു എനിക്ക് പേടിയില്ലേനി. പക്ഷെ ഒന്നും അറിയാത്തൊരു പൈതലേതോ ഇപ്പം ലോകത്തെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആ കുട്ടീനെയും കൂടി അവൻ കൊല്ലുമെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് അതാണ് ആ ഒരു പേടിയാണ്. അവിടുന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇവരെന്തോ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് ഇവർ ആരോ പാൻറ്റിൻ്റെ കീശയിൽ നിന്ന് ഡ്രഗ്സ് എന്തോ കിട്ടി, എന്താ സാധനം എന്നറിയില്ല, കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഇവനിത് ഉപയോഗിച്ച്. പോലീസ് എത്തിയതിന് പിന്നാലെ രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഒടുവിൽ തന്ത്രപരമായാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. 24 കോഴിക്കോട്. എറണാകുളം കുറുപ്പുംപടി പീഡനക്കേസിൽ പെൺകുട്ടികളുടെ അമ്മ അറസ്റ്റ് പീഡനത്തിന് കൂട്ടുനിന്നതിനും പീഡന വിവരം മറച്ചുവെച്ചതിനും അമ്മയ്ക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടും ചുമത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് റാഫി കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അല്പസമയം മുൻപാണ് കുറുപ്പുംപടിയിലെ പീഡനത്തിൽ കുട്ടികളുടെ അമ്മയുടെ അറസ്റ്റ് കുറുപ്പുംപടി പോലീസ് രേഖപ്പെടുത്തിയത്. ഈ കുറുപ്പുംപടിയിലെ ഈ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വളരെ നിർണായകമായ ഒരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയത്. രാവിലെ മുതൽ ഈ പെൺകുട്ടികളുടെ അമ്മയുടെ പങ്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ ചോദ്യം ചെയ്യലും ആരംഭിച്ചിരുന്നു. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചയോടുകൂടി തന്നെ ഈ അമ്മയുടെ പങ്ക് പോലീസിന് വ്യക്തമായി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റം സമ്മതിക്കാൻ അമ്മ തയ്യാറായിരുന്നില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ അമ്മയെ കുറുപ്പുംപടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് വിശദമായി ഈ പെൺകുട്ടികളുടെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തി. ഒപ്പം തന്നെ ഈ പെൺകുട്ടികളുടെ അധ്യാപകരുടെ മൊഴിയും അന്വേഷണ സംഘം വിശദമായി രേഖപ്പെടുത്തി. ഇതിന് ശേഷമാണ് മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി വാങ്ങിയ ശേഷം അല്പസമയം മുൻപ് ഈ കുറുപ്പുംപടിയിലെ പെൺകുട്ടികളുടെ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അടക്കം ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഈ കുട്ടികളെ പീഡിപ്പിച്ച വിവരം അറിയാമായിരുന്നിട്ടും അത് മറച്ചുവെച്ചു. ഒപ്പം തന്നെ ധനേഷിന് ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി അവസരമൊരുക്കി കൊടുത്തു എന്നിങ്ങനെയുള്ള വകുപ്പുകളാണ് ഈ അമ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മദ്യം നൽകി ഈ പെൺകുട്ടികളെ ധനേഷ് പീഡിപ്പിച്ചു എന്നുള്ള വിവരവുമുണ്ട്. ഈ വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളതും ഈ മൊഴിയിൽ ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിലുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇനി ഈ പെൺകുട്ടികളുടെ അമ്മയെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേസിൽ ഏറെ നിർണായകമായ ഒരു വിവരമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടികളുടെ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട്. ഈ വിവരങ്ങൾ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ധനേഷ് പോലീസിന് മൊഴി നൽകിയിരുന്നു. പെൺകുട്ടികളെ പീഡിപ്പിച്ച വിവരം ഈ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും. ഇതിനു ശേഷമാണ് ഈ പെൺകുട്ടികളെ ധനേഷ് പലവട്ടം പീഡിപ്പിച്ചത് തുടങ്ങിയ വിവരങ്ങൾ ധനേഷിന്റെ മൊഴിയിലും ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിയുടെ മൊഴി അന്വേഷണ സംഘം വിശദമായി കാര്യത്തിലെടുത്തിരുന്നില്ല. പിന്നീട് ഈ പെൺകുട്ടികളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഈ പെൺകുട്ടികളുടെ ടീച്ചർമാരുടെ മൊഴിയും അന്വേഷണ സംഘം വിശദമായി രേഖപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ഈ അമ്മയെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ ഈ കുറ്റം സമ്മതിക്കാൻ അമ്മ തയ്യാറായിരുന്നില്ല. വൈകാരികമായിരുന്നു ഈ അമ്മ ഈ ചോദ്യം ചെയ്യലെല്ലാം തന്നെ പെരുമാറിയിരുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഈ പെൺകുട്ടികളുടെ മൊഴി വീണ്ടും അന്വേഷണ സംഘം രേഖപ്പെടുത്തി വിശദമായി പരിശോധിച്ചു. അധ്യാപികമാരുടെ മൊഴിയും വിശദമായി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതിനു ശേഷം പരിശോധിച്ചു. തുടർന്ന് തെളിവുകളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തി. അതിനുശേഷമാണ് അർദ്ധരാത്രിയോടുകൂടി ഈ അമ്മയുടെ അറസ്റ്റ് മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി വാങ്ങി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്കാണ് ഇനി അന്വേഷണ സംഘം കടക്കുക. ഈ രണ്ട് പെൺകുട്ടികളെയും 3 വർഷത്തോളം ഈ ധനേഷ് തുടർച്ചയായി പീഡിപ്പിക്കുകയായിരുന്നു. ഈ വിവരം സ്കൂളിൽ നിന്ന് അധ്യാപികമാരാണ് ആദ്യം മനസ്സിലാക്കുന്നത്. പിന്നീട് വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് പോലീസിൽ പരാതി നൽകുന്നതും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നതും. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. SKN40 5ാം ദിനം. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joy Alucas, Jain deemed to be University Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Benny's Royal Tours Private Limited, Rich Max Finvest, G-Tech Computer Education, Milma, New Rajasthan Marbles.
കൊലയ്ക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയുടെ പത്തനംതിട്ട ജില്ലയിലെ ആദ്യ ദിനം ബഹുജന സദസ്സോടെ സമാപിച്ചു. ഇത്രയും വലിയ ക്യാമ്പയിൻ ഏറ്റെടുത്ത് രംഗത്ത് വന്ന 24 നിർദ്ദേശിക്കുന്ന ജില്ലയിലെ ഒരു നിർധന കുടുംബത്തിന് വീടൊരുക്കി നൽകുമെന്ന് അധ്യാപിക ഡോക്ടർ MS സുനിൽ ടീച്ചർ സദസ്സിൽ പ്രഖ്യാപിച്ചു. ക്യാമ്പസ് സന്ദർശനത്തിന് ശേഷമായിരുന്നു പത്തനംതിട്ട ടൗൺ സ്ക്വയറിലെ ബഹുജന സദസ്സ്. CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ക്യാമ്പയിന് പിന്തുണയുമായി സദസ്സിലെത്തി. ലഹരിക്കെതിരെ SKN ഇറങ്ങിയാൽ കേരളത്തെ ശുദ്ധീകരിക്കാൻ കഴിയും എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. 40 വർഷം SKNന്റെ തുടക്കം മുതൽ ഞാനും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ തമ്മിലൂടെ ഞങ്ങൾ ധാരാളം ഏറ്റുമുട്ടലൊന്നും നടത്തിയിട്ടില്ല, വളരെ നല്ല ബന്ധത്തിലൂടെയാണ്. തീർച്ചയായിട്ടും കേരളത്തെ കീഴടക്കാനുള്ള വലിയൊരു മനസ്സ് SKN ഉണ്ട്, 24 ഉണ്ട്, 24ലെ എല്ലാ പ്രവർത്തകർക്കും ഉണ്ട്. സാമൂഹ്യ പ്രവർത്തകയും അധ്യാപികയുമായ ഡോക്ടർ MS സുനിൽ ടീച്ചർ SKN40ക്ക് ഐക്യദാർഢ്യമായി ജില്ലയിലെ ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാമെന്ന് പ്രഖ്യാപിച്ചു. നിങ്ങൾ പറയുന്ന ഏറ്റവും ജെന്യുവിനായിട്ടുള്ള സ്ത്രീകളും കുട്ടികളുമുള്ള നിരാശ്രയരായിട്ടുള്ള, അതായത് അടച്ചുറപ്പില്ലാത്ത കുടിലുകളിൽ കിടക്കുന്ന അത്തരം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു വീട്, അത് ഒരാൾ തരുന്നതനുസരിച്ചല്ലേ പറ്റത്തുള്ളൂ. എക്സൈസ്, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ ബഹുജന സദസ്സിൽ പങ്കാളികളായി. SKN40ക്ക് പിന്തുണയുമായി കോന്നി MLA KU ജനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. വിവിധ മേഖലകളിൽ യാത്രയുടെ സന്ദേശമെത്തിച്ച നാളെയും പത്തനംതിട്ടയിൽ പര്യടനം തുടരും. 24 പത്തനംതിട്ട. തൃശൂർ ചുരങ്കരയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കെണിയൊരുക്കി കൂട് സ്ഥാപിച്ചു. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലയിലാണ് കൂട് സ്ഥാപിച്ചത്. പകൽ സമയം പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമെന്ന് പ്രദേശവാസികൾ പറയും. ഇന്ന് വൈകുന്നേരമാണ് പുലിയെ കണ്ടെത്തിയ ചിറങ്ങരയിലെ പാടശേഖരത്തോട് ചേർന്ന പ്രദേശത്ത് കെണിയൊരുക്കി കൂട് സ്ഥാപിച്ചത്. ആട്ടിൻകുട്ടിയെയാണ് കൂടിനുള്ളിൽ കെണിയായി കെട്ടിയിരിക്കുന്നത്. ഇവർ കണ്ടു എന്ന് പറയുന്നു, പക്ഷെ പക്മാർക്കൊന്നും ലഭിച്ചിട്ടില്ല. എന്നാലും പുലിയുടെ സാന്നിധ്യം നമ്മളിവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ഇവരുടെ ജനവാസ കേന്ദ്രമായതുകൊണ്ടും ആൾക്കാർ, സ്കൂളുകളൊക്കെ ഉണ്ട്, തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് കൂട് വെക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ്. പുലിയാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ആ ഒരു സഹകരണം നമുക്ക് നൽകണം, ഈ പ്രദേശത്തോട്ട് വരാതിരിക്കുക. പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇവിടുത്തെ സാഹചര്യങ്ങൾ ആൾക്കാർ പേടിച്ച് ജീവിക്കണം. ഇപ്പോൾ എല്ലാവരും വൈകുന്നേരം ഒരു 6:30-7 മണിയാകുമ്പോഴേക്ക് വീടിനകത്ത് കയറി വാതിലൊക്കെ അടച്ച് ബസ് ലൈറ്റിട്ട് പേടിച്ചാണ് എല്ലാവരും ഇവിടെ ജീവിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളൊരു അനേക പട്ടികളുണ്ടായിരുന്നു, പട്ടികളെ ഒന്നിനും ഇപ്പോൾ കാണില്ല. പുലി സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും കൂട് സ്ഥാപിച്ച പരിസരത്തേക്ക് വരരുതെന്നും ജനങ്ങൾക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തൃശൂർ. പാലക്കാട് ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ മുക്കുബണ്ട പണയ തട്ടിപ്പ് കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായി. CPIM തേൻകുറിശി മുൻ ലോക്കൽ സെക്രട്ടറിയും ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി അംഗവുമായ വാസുദേവനും ഭാര്യയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ലക്ഷ്മി ദേവിയും അടക്കമുള്ള 7 പ്രതികളാണ് പോലീസിന്റെ പിടിയിലായത്. 46 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിൽ നടന്നത്. CPIM തേൻകുറിശി മുൻ ലോക്കൽ സെക്രട്ടറിയും ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി അംഗവുമായ വാസുദേവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഇന്നലെ ചേർന്ന കുഴൽമന്ദം ഏരിയ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു. വാസുദേവൻ കൂടാതെ ഭാര്യയും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ലക്ഷ്മി ദേവി, മകൻ വിവേക്, ഭാര്യ ശരണ്യ, തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളായ 2 പേർ എന്നിവരും കേസിൽ പ്രതികളാണ്. ബാങ്കിലെ ജീവനക്കാരനായിരുന്ന മുഖ്യപ്രതി മോഹനകൃഷ്ണന്റെ സഹോദരിയാണ് ലക്ഷ്മി ദേവി. ഇയാളാണ് പലരുടെയും പേരിൽ 46 ലക്ഷം രൂപയുടെ മുക്കുപണ്ടം ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിന്റെ പത്തിരിപ്പാല ശാഖയിൽ പണയം വെച്ചത്. പോലീസ് നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വിവേകാണ് മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ആസൂത്രണം ചെയ്തതെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ശാഖ മാനേജർ നടത്തിയ പരിശോധനയിലാണ് മുക്കുപണ്ടം പണയം വെച്ചതാണെന്ന് ബോധ്യമായത്. പ്രതികളെ 2 പേരെ കൊല്ലത്ത് വെച്ചും മോഹനകൃഷ്ണനും സഹോദരി ഭർത്താവിനെയും സഹോദരിയെയും മകനും മകന്റെ ഭാര്യയെയും തിരുപ്പൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തുവെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികളെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മുക്കുപണ്ടം എവിടെ നിന്ന് കിട്ടി എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് പോലീസ് പറയുന്നു. 24 പാലക്കാട്. ഗുഡ് നൈറ്റ്.